ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. പ്രധാനപ്പെട്ട ബാക്ടീരിയ, അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും. ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ആരാണ്, അത് എപ്പോഴും ഒരു ചോദ്യമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. ഫസ്റ്റ് വൺ, കൊറിൻ ബാക്ടീരിയം ഡിഫ്തീരിയ. പേരിൽ തന്നെയുണ്ട്, ഡിഫ്തീരിയയാണ് നമ്മുടെ കക്ഷി ഉണ്ടാക്കുന്നത്. ഡിഫ്തീരിയ പേരിൽ അറിയാം അല്ലേ. കൊറിൻ ബാക്ടീരിയം ഡിഫ്തീരിയ ഏതസുഖമാണ്? വിച്ച് കോസസ് ഡിഫ്തീരിയ. ക്ലോസ്ട്രീഡിയം ടെറ്റനി, അതും ഈസി ആയിട്ട് മനസ്സിലാക്കാം. ടെറ്റനി എന്ന് പറയുമ്പോൾ ടെറ്റനസ്. ക്ലോസ്ട്രീഡിയം ടെറ്റനി വിച്ച് കോസസ് ടെറ്റനസ്. ഓക്കെ, അടുത്തത് ബോർഡേറ്റെല്ല പെർട്ടൂസിസ്. ബോർഡേറ്റെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയയാണ് വൂപ്പിംഗ് കഫ്, വില്ലൻ ചുമ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പെർട്ടൂസിസ് എന്ന് പറയുന്നത് വില്ലൻ ചുമയുടെ മറ്റൊരു പേരാണ്. വൂപ്പിംഗ് കഫ് ഓർ പെർട്ടൂസിസ് ആണ്. അത് ഉണ്ടാക്കുന്നത് ആരെന്നെയാണ്? ബോർഡേറ്റെല്ല പെർട്ടൂസിസ്. അപ്പോൾ ഈ പെർട്ടൂസിസിനെ എവിടെ കേട്ടാലും വൂപ്പിംഗ് കഫ് ആണെന്ന് തിരിച്ചറിയാം. പെർട്ടൂസിസ് ഓർ വൂപ്പിംഗ് കഫ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. ഇത് മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പലതരം മെനിഞ്ചൈറ്റിസ് ഉണ്ട് ആക്ച്വലി. ഒരു തരത്തിലുള്ള മെനിഞ്ചൈറ്റിസിന് കാരണമായിട്ടുള്ള ആളാണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. ഓക്കെ, ഇൻഫ്ലുവൻസ എന്ന് ഓർത്താൽ മതി. ഇൻഫ്ലുവൻസ മെനിഞ്ചൈറ്റിസ് എന്ന് ഓർത്താൽ മതി. ഇൻഫ്ലുവൻസ ടൈപ്പ് ബി മെനിഞ്ചൈറ്റിസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. പേരിൽ തന്നെ ഉണ്ട്, ന്യൂമോണിയ ആണ് ഉണ്ടാക്കുന്നത് അല്ലേ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഉണ്ടാക്കുന്നത് എന്താണ്? ന്യൂമോണിയ. ഓക്കെ, നെക്സ്റ്റ് വൺ, നെസേറിയ മെനിഞ്ചൈറ്റിഡസ്. ആ പേരിൽ തന്നെ ഉണ്ട്, മെനിഞ്ചോകോക്കൽ ഡിസീസ് ആണ് ഉണ്ടാക്കുന്നത്. മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിഡസ്. മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിഡസ്, ഇനി മറക്കരുത് കേട്ടോ. മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിഡസ്. ഓക്കെ, സാൽമണല്ല ടൈഫി. ഇത് നമുക്ക് അറിയാവുന്ന കക്ഷിയാണ്. ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കുന്നതാണ് ഈ ടൈഫി. സാൽമണല്ല ടൈഫി ആണ് കേട്ടോ. നെക്സ്റ്റ്, മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. പേരിൽ തന്നെ ഉണ്ട്, ട്യൂബർക്കുലോസിസ്, TB എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടാക്കുന്നത് ആരാണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. യെർസീനിയ പെസ്റ്റിസ്, അതൊന്ന് പഠിച്ചു വെച്ചോളൂ, അതിൽ ഹിൻ്റ് ഒന്നുമില്ല. ബ്ലൂബോണിക് പ്ലേഗ്. ബ്ലൂബോണിക് പ്ലേഗ് ആരുണ്ടാക്കുന്നത്? യെർസീനിയ പ്ലേഗ് എന്ന് ഓർക്കുക. യെർസീനിയ പ്ലേഗ്. ഓക്കെ, ബ്ലൂബോണിക് പ്ലേഗ് ഉണ്ടാക്കുന്നത് യെർസീനിയ പെസ്റ്റിസ്. അപ്പോൾ ഇങ്ങനെ ഓർക്കുക, യെർസീനിയ പ്ലേഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബാസില്ലസ് ആന്ത്രാസിസ്. ആന്ത്രാസിസ് എന്ന് തന്നെ മനസ്സിലാക്കാം, ആന്ത്രാക്സ് ഉണ്ടാക്കുന്ന ആളാണിത്. ബാസില്ലസ് അല്ലെങ്കിൽ ബി ആന്ത്രാസിസ് എന്നൊക്കെ കാണാം. ആരാണ്? അസുഖം ഏതാണ്? ആന്ത്രാക്സ്. ഓക്കെ, നെക്സ്റ്റ്, വിബ്രിയോ കോളറ. പേരിൽ തന്നെ ഉണ്ട്, കോളറ ഉണ്ടാക്കുന്നതാണ് വിബ്രിയോ കോളറ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. കാണാതെ പഠിക്കാനും ഈസി ആയിട്ട് സാധിക്കും. കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യെർസീനിയ പ്ലേഗ് മാത്രമാണ് നമ്മളൊന്ന് ബൈഹാർട്ട് ചെയ്യേണ്ടുള്ളൂ. ബാക്കിയെല്ലാം ബാക്ടീരിയയുടെ പേര് കേട്ടാൽ തന്നെ ഇൻഫെക്ഷൻ മനസ്സിലാവും, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം പേരും നമ്മുടെ മനസ്സിലോട്ട് വരും. ഓപ്ഷൻ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. Our first question, what is the primary mode of transmission for Salmonella typhi? Options: airborne droplets, fecal oral route, sexual contact, blood transfusion. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, സാൽമണല്ല ടൈഫി ഉണ്ടാക്കുന്നത് ഏത് ഇൻഫെക്ഷനാണ്? ടൈഫോയിഡ് ഫീവറാണ്. ഇത് പ്രോപ്പർ അല്ലാത്ത രീതിയിൽ, അതായത് നല്ല വെള്ളം കുടിക്കാതെയും അഴുക്കുള്ളത് മൈക്രോ ഓർഗാനിസം ഉള്ള വാട്ടർ വഴിയൊക്കെയാണ്. അപ്പോൾ ഫീക്കൽ ഓറൽ റൂട്ട് വഴി, യൂറിൽ നിന്നും സ്റ്റൂളിൽ നിന്നും ഒക്കെയാണ് ഇതിൻ്റെ എന്താ പറയുക ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഫീക്കൽ ഓറൽ റൂട്ടാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉണ്ടാവുന്നതാണ് ടൈഫോയിഡ് ഫീവർ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരുന്ന ആളാണ് നമ്മുടെ സാൽമണല്ല ടൈഫി. ഓക്കെ, അപ്പോൾ ഫീക്കൽ ഓറൽ റൂട്ട് അല്ലെങ്കിൽ യൂറിൻ വഴി, സ്റ്റൂൾ വഴി, നല്ല തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാത്തത് വഴിയൊക്കെയാണ് ഉണ്ടാവുന്നത്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ സൂണോട്ടിക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ? ഓപ്ഷൻസ്: ട്യൂബർക്കുലോസിസ്, കോളറ, ആന്ത്രാക്സ്, മലേറിയ. അപ്പോൾ നമ്മുടെ ഈ ഒരു സൂണോട്ടിക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അതിനിവിടെ ആൻസർ വരുന്നത് ആന്ത്രാക്സ് ആണ്.
അപ്പോൾ ഈ ആന്ത്രാക്സ് കൂടാതെ ബ്രൂസെല്ലോസിസ്, അപ്പം അതിനെ ഈ ബ്രൂസെല്ലോസിസിനൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട് കേട്ടോ. ഞാനതൊരു വീഡിയോ ചെയ്തു തരാം കുറച്ച് ഡിസീസിനെ ബേസ് ചെയ്തിട്ട്. ബ്രൂസെല്ലോസിസ്, അതുപോലെ തന്നെ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ, പ്ലാഗ്, ക്യൂ ഫീവർ. ഈ ക്യൂ ഫീവറൊക്കെ ഇതിൽ വരുന്നതാണ് കേട്ടോ. സൂണോട്ടിക് ബാക്ടീരിയൽ ഇൻഫെക്ഷനിൽ വരുന്നതാണ്. അപ്പം നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആന്ത്രാക്സ് ആണ്. ആന്ത്രാക്സ് കൂടാതെ ബ്രൂസെല്ലോസിസ് ഉണ്ട്, കാറ്റ് സ്ക്രാച്ച് ഡിസീസ്, ദെൻ ന്യൂമോണിയ, പ്ലാഗ്, ക്യൂ ഫീവർ ഒക്കെ സൂണോട്ടിക് ബാക്ടീരിയൽ ഇൻഫെക്ഷനിൽ വരുന്നതാണ്. ക്യൂ ഫീവർ ഒക്കെ എപ്പോഴും ചോദിക്കാം കേട്ടോ. അതുപോലെ ബ്രൂസെല്ലോസിസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ പിന്നീട് തരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following bacterial infection is commonly prevented through vaccination? Options: Clostridium difficile, Legionella pneumophila, Streptococcus pneumonia, Pseudomonas aeruginosa. കറക്റ്റ് ആൻസർ വരുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ്. ഓക്കെ, നമ്മുടെ വാക്സിനേഷൻ വഴി പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു ഡിസീസാണ് കേട്ടോ. നെക്സ്റ്റ് വൺ. Which of the following is a measure for controlling hospital acquired bacterial infection? Hospital acquired bacterial infection. Options: routine vaccination, hand hygiene protocol, mass prophylactic antibiotic administration, public health education campaign. അപ്പോൾ ഈ ഒരു ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹാൻഡ് ഹൈജീൻ പ്രോട്ടോക്കോളാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ സോപ്പ് അല്ലെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ 15 മുതൽ 20 മിനിറ്റ് വരെ നല്ലോണം വാഷ് ചെയ്യണം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ ഇനി എല്ലാ ഏരിയാസും അത് കൈ കഴുകുന്ന ഒരു മെത്തേഡൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതുപോലെ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നതും അതൊക്കെ ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഭാഗമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ? കോണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻസ്: ടെറ്റനസ്, ഷിഗല്ലോസിസ്, ലൈം ഡിസീസ്, ട്യൂബർകുലോസിസ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാവുന്ന ആൻസറാണ് ഷിഗല്ലോസിസ് ആണ്. ഈ ഷിഗല്ലോസിസിൻ്റെ പ്രത്യേകത, ഷിഗല്ല എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഷിഗല്ല ഇൻഫെക്ഷൻ എന്നും ഷിഗല്ലോസിസിനെ വിളിക്കാറുണ്ട്. ഇതൊരു ഇൻഡസ്റ്റൈനൽ ഇൻഫെക്ഷൻ ആണ്. ഷിഗല്ല ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. മെയിൻ സൈൻ ഓഫ് ഷിഗല്ല എന്ന് പറയുന്നത് ഡയേറിയ ആണ് ഇതിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. ഓക്കെ. Which of the following is not a common symptom of bacterial meningitis? Options: headache, rash, neck stiffness, fever. ഇതിൽ 4 തന്നെ നമ്മുടെ ഇതിൻ്റെ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൻ്റെ ഒരു സിംറ്റമായിട്ട് നമുക്ക് പറയാം. സ്റ്റിഫ് നെക്ക് വരും, ഹെഡേക്ക്, നല്ല പനി ഉണ്ടാവും, ഒരു സ്ലീപ്പി നേച്ചർ ഉണ്ടായിരിക്കും, റാഷ് വരും, ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഓൾ ഓഫ് ദ എബോവ് ആൻസർ ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കേട്ടോ. ഇത് 4 ആൻസർ ആയിട്ട് വരാറുണ്ട്. ഇനി അതല്ലെങ്കിൽ പിന്നെ റാഷാണ്. റാഷ് വളരെ റയറായിട്ട് മാത്രമേ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ റാഷ് ആൻസർ കൊടുക്കാം, അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് തന്നെയാണ് ഇതിൻ്റെ സിംറ്റമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ. Which of the following bacterial infection is associated with the contaminated poultry product? എന്ത് ഈ പോൾട്രി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പോൾട്രിയുടെ പ്രത്യേകത, നമ്മൾ ബേർഡ്സിനെ വളർത്തുമല്ലോ, മീറ്റിനും എഗ്ഗിനും ഫെദറിനും വേണ്ടിയിട്ട്. അതാണ് പോൾട്രി. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഏതാണ്? ഓപ്ഷൻസ്: ബ്രൂസെല്ലോസിസ്, കാമ്പൈലോ ബാക്ടീരിയോസിസ്, ക്യൂ ഫീവർ, ടുലെറീമിയ. കാമ്പൈലോ ബാക്ടീരിയോസിസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. കാമ്പൈലോ ബാക്ടീരിയോസിസ് സാധാരണയായിട്ട് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് ഈക്കോളൈ. നമ്മുടെ ഈക്കോളൈ ഈ പോൾട്രിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഈക്കോളൈ. പിന്നെ അതേപോലെ തന്നെ കാമ്പൈലോ ബാക്ടർ ജെജുനി, ലിസ്റ്റേറിയ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് കേട്ടോ വരുത്തുന്ന ആൾക്കാർ. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ നമ്മുടെ കാമ്പൈലോ ബാക്ടീരിയോസിസ് ആണ്. അപ്പോൾ അതുണ്ടാക്കുന്നത് ആരാണ്? കാമ്പൈലോ ബാക്ടർ ജെജുനി. പേരൊക്കെ ഓർത്ത് വെച്ചോളൂ. ഇത് അസുഖങ്ങളുടെ പേരാണ്, ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കേട്ടോ. കാമ്പൈലോ ബാക്ടർ ജെജുനിയാണ്. അപ്പോൾ കാമ്പൈലോ ബാക്ടീരിയോസിസ് ആണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് കണ്ടാമിനേറ്റഡ് പോൾട്രി പ്രോഡക്റ്റ്. പിന്നെ ഈക്കോളൈ ഉണ്ടാക്കും, ലിസ്റ്റീറിയ ഉണ്ടാക്കും, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വേറെയുണ്ട്.
നെക്സ്റ്റ് വൺ, വിച്ച് ബാക്ടീരിയൽ പാത്തോജൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ കോസിങ് പെപ്റ്റിക് അൾസേഴ്സ്. പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിനുള്ളിൽ, ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ, ഈസോഫാഗസ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ആ ഏരിയയിൽ ചെറിയ ചെറിയ ഗ്രോത്തുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത്. സ്റ്റൊമക്കിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ആരാണ് ഉണ്ടാക്കുന്ന ആൾക്കാർ? ഹെലിക്കോബാക്ടർ പൈലോറി, എസ്റ്ററീഷ്യ കോളൈ, സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ആൻസർ ഏതാണെന്നറിയോ? ഹെലിക്കോബാക്ടർ പൈലോറി ആണ് പെപ്റ്റിക് അൾസേഴ്സ് ഉണ്ടാക്കുന്നത്. മറക്കരുത്, പെപ്റ്റിക് അൾസർ ഹെലിക്കോബാക്ടർ പൈലോറി. ഓക്കെ, അപ്പം ഹെലികോപ്റ്റർ വിളിച്ചിട്ടാണ് വരുന്നതെന്ന് ഓർത്താൽ മതി. പെപ്റ്റിക് അൾസർ ഹെലികോപ്റ്റർ വിളിച്ചിട്ട് വരികയെന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പം ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇതാരാണ് ഡിസ്കവർ ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. 2 ഓസ്ട്രേലിയൻ റിസർച്ചേഴ്സാണ്. ബാരിയാണ് ഒരാൾ, ഹെലിക്കോബാക്ടർ പൈലോറിയാണ് ഉണ്ടാക്കുന്നത്. പെപ്റ്റിക് അൾസേഴ്സ് വെർ ഡിസ്കവേർഡ് ബൈ 2 ഓസ്ട്രേലിയൻ റിസർച്ചേഴ്സ്. ഒരാൾ ബാരി ജെ മാർഷൽ, രണ്ടാമത്തത് റോബിൻ. പഠിക്കാനൊക്കെ എളുപ്പമുണ്ട്. റോബിൻ വാരനും ബാരി മാർഷലുമാണ്. ഓക്കെ, അപ്പോൾ ബാരി റോബിൻ എന്ന് ഓർത്താൽ മതി. ഇവർ 2 പേരുമാണ് പെപ്റ്റിക് അൾസർ ഡിസ്കവർ ചെയ്തത്. ഓസ്ട്രേലിയൻ റിസർച്ചേഴ്സാണ്. അവർക്ക് നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ട് മെഡിസിന്. 2005 കേട്ടോ പെപ്റ്റിക് അൾസർ ഡിസ്കവർ ചെയ്തത്. ഒക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ, നോബൽ പ്രൈസ് നേടിയിട്ടുണ്ട്. വിച്ച് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഈസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് കണ്ടാമിനേറ്റഡ് അൺപാസ്ചറൈസ്ഡ് ഡയറി പ്രോഡക്റ്റ്? അൺപാസ്ചറൈസ്ഡ് ഡയറി പ്രോഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഓപ്ഷൻസ് ലിസ്റ്റീരിയോസിസ്, ലെജിയോനേനേസ് ഡിസീസ്, പെർട്ടൂസിസ് ഓർ വൂപ്പിംഗ് കഫ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സ്റ്റെഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ്. അപ്പോൾ ആൻസർ വരുന്നത് ലിസ്റ്റീരിയ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് വരുന്നത്. ലിസ്റ്റീരിയ ഇൻഫെക്ഷൻ ഒരു ഫുഡ് ബോൺ ബാക്ടീരിയൽ ഇൽനെസ് ആണ്. പ്രഗ്നൻറ്റ് വുമൺ, 65 വയസ്സിന് മുകളിലുള്ളവർ, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിട്ടുള്ളവർക്കാണ് ഇത് പ്രത്യേകമായിട്ട് വരുന്നത്. അൺപാസ്ചറൈസ്ഡ് മിൽക്ക് പ്രോഡക്റ്റ് ആണ് ഇതിന് കാരണമായിട്ടുള്ളത് കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക. ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിട്ടുള്ള പ്രഗ്നൻറ്റ് വുമൺ, അതുപോലെ തന്നെ ഓൾഡർ ദാൻ 65 വരുന്ന ആളുകൾക്കും ഉണ്ടാവുന്നതാണ്. Question, what is the recommended duration for hand washing to effectively reduce bacterial contamination? Options 5 seconds, 45 seconds, 20 seconds, 1 minute. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആൻസർ സിയിലെ 15 to 20 സെക്കൻഡ്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ 20 സെക്കൻഡ്സ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ബെസ്റ്റ് കമൻറ്റിന് നമ്മളൊരു പ്രൈസ് കൊടുക്കുന്നൊക്കെ. മൈക്രോബയോളജിസ്റ്റിൻ്റെ എക്സാമുമായി റിലേറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും ഒരാൾക്ക് പ്രൈസ് ഉണ്ട് കേട്ടോ. അത് മറക്കണ്ട, കമൻറ്റ് ഇടാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ഉടനെ ഉണ്ടാവും. ഓക്കെ, താങ്ക്